നമസ്കാരം. ഉറക്കം വെറും 3.5 മണിക്കൂർ, വൈകിട്ട് 6 മണിക്ക് ശേഷം ഭക്ഷണമില്ല, രാവിലെ യോഗ നിർബന്ധം തുടങ്ങി തന്റെ ദിനചര്യകളും ഔദ്യോഗിക ജീവിതത്തിലെ രസകരമായ സംഭവങ്ങളും പങ്കുവച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി 8 എംപിമാർക്ക് പാർലമെന്റ് ക്യാന്റീനിൽ ഉച്ചവിരുന്നിന് ആതിഥേയനായത്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഇന്നലെ എംപിമാരുടെ ഫോണിലേക്ക് പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം എത്തിയത്. തികച്ചും സാധാരണക്കാരനെ പോലെ പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന ഔപചാരികത ഒട്ടും തോന്നാത്ത തരത്തിലാണ് മോദി പെരുമാറിയതെന്ന് അപ്രതീക്ഷിത വിരുന്നിന്റെ അനുഭവം പങ്കുവച്ച് എംപിമാർ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം ബില്ലടച്ചതും പ്രധാനമന്ത്രി തന്നെയാണ്. ഏകദേശം 3/4 മണിക്കൂർ പ്രധാനമന്ത്രി എംപിമാർക്കൊപ്പം ചെലവഴിച്ചു. തീർത്തും സൗഹൃദപരമായ കൂടിക്കാഴ്ചയായിരുന്നെന്ന് എംപിമാർ പ്രതികരിച്ചു. വ്യക്തിജീവിതത്തിലെ ദിനചര്യകളെക്കുറിച്ചും പ്രധാനമന്ത്രിയായതിനു ശേഷം സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചതായും അവർ പറഞ്ഞു. എല്ലാവരും ഒരേ സമയം അമ്പരപ്പിലും സന്തോഷത്തിലുമായിരുന്നു. തന്റെ ദിനചര്യകളെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും വിദേശയാത്രകളെക്കുറിച്ചും കറാച്ചി സന്ദർശിച്ചപ്പോഴുണ്ടായ അനുഭവവുമെല്ലാം അദ്ദേഹം പങ്കുവച്ചു. താൻ ഒരു ദിവസം 3.5 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെന്നും വൈകിട്ട് 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ ശേഷം നിർബന്ധമായും യോഗ ചെയ്യും. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ പഠിച്ചുവെന്നും കേന്ദ്രമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. പ്രധാനമന്ത്രിയായ ശേഷം അപ്രതീക്ഷിതമായി പാകിസ്ഥാനിലെത്തി നവാസ് ഷെരീഫിനെ കണ്ട അനുഭവവും പ്രധാനമന്ത്രി പങ്കുവച്ചെന്ന് എംപിമാർ പറഞ്ഞു. നേപ്പാളിലെ ഭൂചലനത്തെക്കുറിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയെ താനാണ് വിവരം അറിയിച്ചതെന്നും കച്ച് ഭൂകമ്പം കൈകാര്യം ചെയ്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞെന്ന് എംപിമാർ പറഞ്ഞു. 2018-ൽ തറക്കല്ലിട്ടതും അടുത്തയാഴ്ച താൻ സന്ദർശിക്കാൻ പോകുന്നതുമായ അബുദാബി ക്ഷേത്രത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണിത്. പാർലമെന്റിലെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്നതിന്റെ തലേന്നാണ് പാർലമെന്റ് ക്യാന്റീനിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ 8 എംപിമാർക്ക് അവസരം ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രനും ക്ഷണിക്കപ്പെട്ടവരിലുണ്ടായിരുന്നു. BJD നേതാവ് സസ്മിത് പത്ര, TDPയുടെ K രാംമോഹൻ നായിഡു, BSPയുടെ റിതേഷ് പാണ്ഡെ, BJPയുടെ ഹീന ഗാവിദ്, S ഫാങ്നോൺ കുന്യാക്ക്, ജംയാങ് സെറിംഗ് നംഗ്യാൽ, കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവരായിരുന്നു സംഘത്തിലെ മറ്റുള്ളവർ. ഉച്ചയൂണിൽ ചോറ്, പരിപ്പ്, കിച്ചടി, ലഡു എന്നിവയാണ് വിഭവങ്ങളായി ഉണ്ടായിരുന്നത്. അതേസമയം പാർലമെന്റിൽ നിന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ കൊല്ലം MPയെ തേടിയെത്തിയത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഫോൺ കോൾ. വേഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു അഭ്യർത്ഥന. അത് പാലിച്ചോടിയെത്തിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങളെ താൻ ശിക്ഷിക്കാൻ പോകുന്നു എന്നാണ്. തോളിൽ തട്ടി അവരുമായി ഓഫീസിന് പുറത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറി ക്യാന്റീനിന്റെ ഭാഗത്തേക്ക്. അപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു ആ ശിക്ഷ എന്താണെന്ന്. പിന്നെ കതക് തുറന്ന് ക്യാന്റീനിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. തീർത്തും സൗഹൃദത്തോടെ 3/4 മണിക്കൂർ. ഭക്ഷണം വാങ്ങിക്കൊടുത്ത പ്രധാനമന്ത്രിക്ക് തൊട്ടു പിന്നാലെ NK പ്രേമചന്ദ്രനിൽ നിന്ന് മോദി സർക്കാരിന് കിട്ടിയത് അത്യുഗ്രൻ വിമർശനവും. ലോക്സഭയിൽ സൗഹൃദവും രാഷ്ട്രീയവും രണ്ടാകുന്ന കാഴ്ചയായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിൽ കണ്ടത്. പാർലമെന്റിൽ മോദിയെ വിമർശിക്കുന്ന പ്രേമചന്ദ്രൻ വീണ്ടും പ്രതിപക്ഷത്തിന് ആവേശമായി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തെ പ്രതിപക്ഷത്തു നിന്നും അതിരൂക്ഷമായി കടന്നാക്രമിച്ചത് പ്രേമചന്ദ്രനായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിക്കൊപ്പം നർമ്മസല്ലാപവുമായി ഉച്ചഭക്ഷണം കഴിച്ച പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ഫുൾ ഫോമിൽ മോദി സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു. അതേസമയം വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം മറ്റ് എംപിമാർക്കൊപ്പം ഇരുന്ന് കഴിച്ചതിന്റെ സന്തോഷം പ്രധാനമന്ത്രിയും പങ്കുവച്ചു. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടികളിലെ നേതാക്കളുമായി ഒത്തൊരുമിച്ച് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ചു. പാർലമെന്ററി സഹപ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്കും സഹകരണത്തിനും നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി കുറിച്ചു.